Voice of Marketing, in touch with positive people. വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ജയകൃഷ്ണൻ. ഒബ്ജക്ഷൻ ഹാൻഡിലിംഗിൽ പ്രോപ്പർ റെസ്പോണ്ടിന് എങ്ങനെ ചെയ്യണം അതിനെക്കുറിച്ചായിരുന്നു ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത്. ഒരു സെയിൽസ് പ്രൊഫഷൻ ഒബ്ജക്ഷൻ ഹാൻഡിൽ നടത്തുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 4 സുവർണ നിയമങ്ങൾ, അതിനെക്കുറിച്ചിട്ടായിരുന്നില്ലേ അടുത്ത എപ്പിസോഡ്, ഈ എപ്പിസോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ 4 സുവർണ നിയമങ്ങൾ, അതിനകത്ത് ആദ്യത്തെ 2 എണ്ണത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തർക്കിക്കാതിരിക്കുക, ആർഗ്യൂ ചെയ്യാതിരിക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ നടത്തുമ്പോൾ, വീടുകളിൽ, കല്യാണ വീടുകളിൽ, നാൾക്കവലകളിൽ, ബിസിനസ്സിൽ, എല്ലായിടത്തും എന്തൊക്കെ നടക്കുന്നുണ്ട്? ഈ ആർഗ്യുമെന്റ്. ഒരു കാരണവശാലും ഒരാളോടും ഒരു കാര്യം 2 പ്രാവശ്യത്തിൽ കൂടുതൽ ആർഗ്യൂ ചെയ്യാൻ പോകരുത്. 2 പ്രാവശ്യം നിങ്ങൾ പറയുമ്പോഴും അയാൾ അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പെന്നല്ലേ, ചുവന്ന പെന്ന് അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല, ഇത് പെന്ന്, കളറ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പെന്ന്, ഈ പെന്നിനോട് മിസ്റ്റർ പെൻ, നിങ്ങൾ ഇപ്പോൾ ഞാനിരിക്കുന്ന മാറൂ, ചെയറായിട്ട് മാറൂ എന്ന് പറയുന്നത് പോലെയാണ് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അയാൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തർക്കിക്കുന്നത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് മോട്ടിവേഷൻ കൊണ്ടും ഏത് തരത്തിലുള്ള സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ആ റിയാലിറ്റി നമ്മൾ ജീവിതത്തിൽ, പ്രൊഫഷണൽ ലൈഫിൽ, ബിസിനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട സത്യം തന്നെയാണ്. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ, ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു ഡയറക്റ്റ് ഇതുപോലെ ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒന്ന് മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടെലിഫോണിൽ കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നേരിട്ട് ഒരു കസ്റ്റമറെ നിങ്ങൾ മീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് ആ കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതുപോലെ കയ്യിലേക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്തു. അപ്പോൾ ആ പ്രോഡക്റ്റ് നിങ്ങൾ പാക്കിൽ നിന്ന്, നിങ്ങളുടെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട്, കവറിൽ നിന്ന് എടുത്തിട്ട് പ്രോഡക്റ്റ് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം പ്രോഡക്റ്റുകൾ ഇങ്ങനെ നോക്കുകയാണ്, അതിൻ്റെ കവർ എടുത്തിട്ട് നോക്കുകയാണ്. നിങ്ങളുടെ ഈ കവർ ഡിസൈൻ, നമ്മുടെ പ്രോഡക്റ്റിന്റെ കവർ ഡിസൈൻ തീരെ മോശമാണ്. ഒട്ടും തന്നെ എനിക്കിതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് മോശമായ കവർ ഡിസൈനാണ് നിങ്ങളുടെ. ഈ കളർ പാറ്റേൺ എന്ത് മോശമാണ്. നിങ്ങളുടെ ആ ഫോണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് മഹാമോശമാണ്. ഇതെങ്ങനെ ആൾക്കാർ, ഇതെങ്ങനെ ഞാൻ എൻ്റെ ഷെൽഫിൽ എടുത്ത് വയ്ക്കും? ഇത്ര മോശമായ ഡിസൈൻ എന്തിനാണ് ചെയ്തിരിക്കുന്നത്? കുറച്ച് നല്ല ആളുകളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കായിരുന്നില്ലേ? അതേസമയം നമ്മുടെ അതോറിറ്റികൾ, നമ്മൾ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റികൾ, അവരെല്ലാം അപ്രൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് പ്രൊഫഷണലുകൾ കളറും പാറ്റേണും ഡിസൈൻ ചെയ്ത ഒരു പ്രോഡക്റ്റാണ് എന്ത്, നമ്മുടെ പ്രോഡക്റ്റ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ ആർഗ്യുമെന്റുകൾ പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു 8 മണിക്കാണ് നിങ്ങളുടെ സർവീസ്. രാവിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സർവീസ് ഇൻഡസ്ട്രിയാണെന്ന് വിചാരിക്കുക. ആ 8 മണി എന്നുള്ളത്, അത് 8 മണി ആവരുത്. ഒരു 7 മണിക്കെങ്കിലും നിങ്ങൾ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു 6:30 തുടങ്ങണം. പക്ഷെ 6:30 എന്നുള്ള സമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 8 മണി ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ആ വീടുകളിൽ കൃത്യമായിട്ട് അവര് ഗെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇന്നിപ്പോൾ 11 മണിക്കും 12 മണിക്കും കിടന്നുറങ്ങുന്നൊരു അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ളവരാണ്. അപ്പോൾ അവര് ഈ രാവിലെ 6 മണിക്ക് വന്ന് വീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് ആയ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു 8 മണി എങ്കിലും ആകണം
അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യമാണ്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയും. നമ്മൾ അനുഭവം കിട്ടിയ കാര്യങ്ങളല്ലേ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ കസ്റ്റമർ തർക്കിക്കും. നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ മാറ്റണം എന്ന് വേറൊരു കസ്റ്റമർ പറയുന്നു. എപ്പോഴത് പറയുന്നത്? ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്. നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ട്. നിങ്ങളെ ഈ പ്രോഡക്റ്റ് എടുക്കുന്നതിന് സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കവർ ഡിസൈൻ അത്ര പറ്റുന്നില്ല, ഇത് മഹാമോശം കവർ ഡിസൈനാണ്, അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നത് കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ റിസർച്ച് എടുത്ത് അന്വേഷിച്ച് കണ്ടെത്തിയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് മാനേജ്മെൻ്റായിട്ട്. ഈ സമയത്താണ് ഈ കസ്റ്റമർ, ഈ സ്പെസിഫിക് ആയ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 2 ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സംയമനം പാലിക്കണം. ആ കസ്റ്റമറോട് പറയാ, ഓ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഇത് 2 രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. കവർ ഡിസൈനൊക്കെ ഞങ്ങളുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അപ്രൂവ് ചെയ്ത് അത്രമാത്രം ഫണ്ട് മുടക്കി ഇത്രമാത്രം പൈസ എടുത്തിട്ട് ചെയ്ത സാറ് ഇങ്ങനെ മുഖത്ത് നോക്കി പറയാൻ സാറിനൊരു മര്യാദ ഇല്ലാതായി പോയല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സാറൊരു മര്യാദ ഇല്ലാതെ ഇങ്ങനെ പറയില്ലേ? ഒരു പ്രോഡക്റ്റ് ഓരോ കമ്പനിയുടെയും ഒരു ഡ്രീമാണ്, അവരുടെ സ്വപ്നമാണ്. അത് മോശമാണെന്നിങ്ങനെ വന്നിരുന്നിങ്ങനെ സംസാരിക്കില്ലേ? അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ സർവീസ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റില്ല, അത് സാധിക്കില്ല, നോട്ട് പോസിബിൾ. ഇപ്പോൾ നമ്മൾ അവിടെ കസ്റ്റമർ തോറ്റുപോവാണ് അല്ലേ? കസ്റ്റമറെ നമ്മൾ ആർഗ്യൂ ചെയ്തിട്ട് തോൽപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ അഡ്മിറ്റ് ചെയ്യാണ്, അത് ചെയ്യാൻ പറ്റില്ല, കവർ ഡിസൈൻ ഒന്നും യാതൊരു കുഴപ്പമില്ല, ഇതിപ്പോൾ വളരെ നന്നായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റാണ്, ഈ കവർ ഡിസൈന് യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കസ്റ്റമർ തോറ്റു, നിങ്ങൾ ജയിച്ചു. സർവീസ് മേഖലയിൽ അങ്ങനെ ആ ടൈം മാറ്റാൻ പറ്റില്ല. ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കൊടുത്തുകൂടെ? സാറ് എക്സാക്ട്ലി സാറ് പറഞ്ഞത് ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങളുടെ മാനേജ്മെൻറ്റിനെ, ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. നല്ലൊരു സജഷനാണ് സാറ് പറഞ്ഞത്. നമുക്ക് അവിടെ നിന്ന് വേണ്ടത് എന്താ? ഓർഡറാണ് വേണ്ടത്. അത് ക്ലോസ് ചെയ്യുക, അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അയാളോട് കവർ ഡിസൈൻ പറഞ്ഞ് കവറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അയാളോട് തർക്കിച്ച് ജയിച്ച് നമുക്ക് വീട്ടിൽ പോയിരിക്കാനല്ല നമ്മൾ അവിടെ പോയിരിക്കുന്നത്. അത് സെയിൽ ക്ലോസ് ചെയ്യണം. എത്ര സെയില്? 50 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ ഒരു സെയില്, അല്ലെങ്കിൽ 2 ലക്ഷം ആയിക്കോട്ടെ, അത് 1 ലക്ഷം ആയാലും 50,000 ആയാലും നമ്മൾ എത്തിയിരിക്കുന്ന ഒബ്ജക്ഷൻ, ആ ഒബ്ജക്ഷനെ നമ്മൾ വളരെ തന്ത്രപൂർവ്വം ഹാൻഡിൽ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിനു വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ കവർ ഡിസൈനിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സർവീസ് ഇങ്ങനെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് തർക്കിച്ച് ജയിച്ച് നമുക്ക് പോകാനല്ല. ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരുമ്പോൾ അത് ക്ലോസ് ആകില്ല. ഏത് മനുഷ്യനെയും കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗം, ഇതിനു മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അയാളെ റെസ്പെക്റ്റ് ചെയ്യുക, അയാളെ അഡ്മിറ്റ് ചെയ്യുക, അയാളെ സ്നേഹിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കുക. ശരിയാണ് സാറ് പറഞ്ഞത്, നല്ലൊരു സജഷനാണ്. ആ ഡയറി എടുത്തു വെച്ചിട്ട് നോട്ട് ചെയ്യുക. ശരി, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ട് ഇത് അറിയിക്കാം. ഗുഡ് ഡിസിഷൻ, വെരി ഗുഡ് സാർ, താങ്ക് യു. ഒതുങ്ങി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അയാൾ എസ് എന്ന് പറഞ്ഞു, സെയിൽസ് പ്രൊഫഷൻ എസ് എന്ന് പറഞ്ഞു. ഞാൻ വിജയിച്ചു, കസ്റ്റമർ വിജയിച്ചു. കസ്റ്റമർ വിജയിക്കുമ്പോൾ, കസ്റ്റമറുടെ മനസ്സ് വിജയിക്കുമ്പോൾ ആ ആഹ്ലാദത്തോടെ നമ്മുടെ കാര്യത്തേക്ക് കടന്ന് ആ സെയിൽ ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇന്ന് വരെ കസ്റ്റമറായിട്ട് തർക്കിച്ച എന്ത് കാര്യമില്ല, രാഷ്ട്രീയ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ, കസ്റ്റമറായിട്ട് തർക്കിച്ചിട്ട് വിജയിച്ചിട്ട് കസ്റ്റമറെ തോൽപ്പിച്ചിട്ട് ഒരു ക്ലോസിംഗ് നടന്നിട്ടില്ല. നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടടുത്ത് അഡ്മിറ്റ് ചെയ്യാൻ, ഡോണ്ട് ട്രൈ ടു പ്രൂവ് ദാറ്റ് ദ കസ്റ്റമർ ഈസ് റോങ്. എന്താണ്? കസ്റ്റമറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു സെയിൽസ് പ്രൊഫഷൻ ശ്രമിക്കരുത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളൊരു വിവരമില്ലാതെ പറയുകയാണ്. പൂർണ്ണമായും ഞാനത് നിഷേധിക്കുന്നു. നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്,
അത് നിങ്ങൾ വിവരമില്ലാത്തത് കൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നതാണ് എന്ന് ഒരു കാരണവശാലും ഒരു സെയിൽസ് പേഴ്സൺ പറയാൻ പാടില്ല. നിങ്ങളൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ പോയിരിക്കുന്നത് എവിടെയായിരിക്കും? ആ റീറ്റെയിൽ ഷോപ്പിൽ, ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പിലായിരിക്കും. അത് ഒരു ഷോപ്പായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഓഫീസിലായിരിക്കും. അതൊരു ഓഫീസ് സെറ്റപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിലാണെങ്കിൽ ഒരു ഓഫീസിലായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇൻഷുറൻസ് സെക്ടർ അങ്ങനെയൊക്കെയാണ്, ഒരു വീട്ടിലായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലേ നമ്മൾ സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവിൻ്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ടെലഫോണിലായിരിക്കാം. ഈ ടെലഫോൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവർ സ്പീക്കർ ഫോണിലേക്ക് ഇടും. കാരണം എല്ലാവരും കേൾക്കാൻ വേണ്ടി, ഇതിൻ്റെ ക്ലോസിങ് സമയത്ത് കേൾക്കാൻ വേണ്ടി. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ഞാനെന്ന ഭാവമുണ്ട്. അതിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരു അഭിമാനം വേണം, ഒരു സെൽഫ് എസ്റ്റീം വേണം. അത് ഒരു പരിധി കഴിഞ്ഞ് കൂടിയാലും കുഴപ്പമാണ്. ഞാനാണ് എല്ലാം, ഞാനാണ് അറിവിൻ്റെ എല്ലാം ഞാനാണ്. എനിക്ക് അറിയാവുന്ന മേഖലയാണിത്. ആ മേഖലയെ കുറിച്ചിട്ടാണ് ഒരു സെയിൽസ് പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആ ഒരു ധാരണ എല്ലാ കസ്റ്റമർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ റീറ്റെയിൽ ഷോപ്പിലായാലും, ഡിസ്ട്രിബ്യൂഷൻ്റെ ഓഫീസിലായാലും, ഇനി വീട്ടിലായാലും ഓഫീസിലായാലും ചുറ്റുപാടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുറ്റുപാടിൽ അവരുടെ സ്റ്റാഫുകൾ ഉണ്ടാവും, റിലേറ്റീവ് ഉണ്ടാവും, അവരുടെ ബന്ധപ്പെട്ട വ്യക്തികളുണ്ടാവും. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ക്യാബിനിൽ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യവും വന്നേക്കാം. നമ്മൾ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിനെ അയാൾ കൃത്യമായ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ. ഫോർ എക്സാമ്പിൾ, നമുക്കതിന് ഉദാഹരണം ഇങ്ങനെ പറയാം. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ പ്രൈസ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞല്ലോ. കസ്റ്റമർ പറയാണ്, നിങ്ങൾ പ്രൈസ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് എൻ്റെ ബ്രദർ 4 മാസം മുമ്പ് പർച്ചേസ് നടത്തി, അവൻ വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ചു, ഇത് കംപ്ലൈൻറ്റ് വന്നു. നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, നിങ്ങളൊരു സർവീസ് കൊടുത്തില്ല. അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്നിട്ടാണ് നിങ്ങൾ എനിക്കിത് വിൽക്കാൻ വേണ്ടി നോക്കുന്നത് അല്ലേ? ഇങ്ങനെ ഒരു കസ്റ്റമർ ചോദിച്ചാൽ വളരെ ക്ഷുഭിതനായിട്ട്, ചുറ്റും ആളുകളുണ്ട്, ചുറ്റും വേറെ അയാളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കസ്റ്റമറെ ആദ്യം വളരെയധികം എമ്പതിയോടെ, വളരെയധികം സഹാനുഭൂതിയോടെ, സ്വയം സംയമനം ഒരു എക്സിക്യൂട്ടീവ് വരുത്തിയ ശേഷം, മനസ്സിൽ സംയമനം ഉണ്ടാക്കിയ ശേഷം നമ്മൾ വളരെ സോഫ്റ്റായിട്ട് അതിനെ ഡീൽ ചെയ്യണം. അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുത്താൽ അത് വലിയ ഡേഞ്ചറിലേക്ക് പോകും, വലിയ പ്രശ്നത്തിലേക്ക് പോകും. ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന്, ആ ഏരിയയിൽ നിന്ന്, ആ സ്ഥലത്തു നിന്നും കടക്ക് പുറത്തുനിന്നൊക്കെ പറഞ്ഞു പോകും. ആ ഏരിയ ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കിയാൽ ഇറങ്ങൂ, പോകൂ, കടക്കൂ പുറത്ത്, അതൊക്കെ കേൾക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു രീതി അതേ നാണയത്തിൽ കൊടുക്കുന്നതിന് പകരം, ഒരാൾ വളരെയധികം ക്ഷുഭിതനായിട്ട് നിൽക്കുമ്പോൾ സൈക്കോളജിക്കലി നമ്മൾ അവളുടെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. മുഖത്ത് ഒരു സ്മൈലൊക്കെ വരുത്തി ചിരിച്ചുകൊണ്ട്, സാറിൻ്റെ ബ്രദർ 4 മാസം മുമ്പ് വാങ്ങിച്ചു, സർവീസ് കൊടുത്തില്ല. ആ സമയം നമ്മൾ കൃത്യമായിട്ട് സർവീസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ മറ്റേതെങ്കിലും റീസൺ കൊണ്ട് പറയുന്നതായിരിക്കാം. ഗ്യാരണ്ടി ടൈം കഴിഞ്ഞത് കൊണ്ടോ അങ്ങനെ ആകാം. അതല്ലെങ്കിൽ ഇനി സർവീസ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് തന്നെ വിചാരിക്കാം. നമ്മുടെ ഭാഗത്തുള്ള ഒരു ഫാൾട്ട് ആണെങ്കിൽ പോലും അതിനെ, അയാൾ ഫേസ് ചെയ്ത ആ പ്രശ്നത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ സ്വയം വേദന നമുക്കുണ്ടെന്ന് നമ്മൾ വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ അവിടെ കാഴ്ചവെക്കണം. സാർ, അതിൽ വളരെയധികം ഇപ്പം ഞാൻ അറിഞ്ഞതിൽ ഉറപ്പായിട്ടും ഞാനിത് ഞങ്ങളുടെ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായി അതോറിറ്റി അയക്കുന്നുണ്ട്, എന്താണെന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സാറിൻ്റെ ബ്രദറുണ്ടായ ഈ ഫീസിബിലിറ്റി അല്ലാത്ത ഒരു സാഹചര്യം
വന്നതിലും വളരെയധികം ഖേദമുണ്ട്. ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? സാറ് അദ്ദേഹത്തിന് നമ്പർ തരൂ, നമ്പർ നോട്ട് ചെയ്തെടുക്കുക. ആ പ്രശ്നം എങ്ങനെ, അയാളുടെ പെയിൻ പോയിന്റ് ബ്രദറിന്റെ ഇഷ്യൂ ആണെങ്കിൽ അതിന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാം. എന്താണ് പ്രശ്നം, അതിനെക്കുറിച്ച് പഠിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് അവിടെ ക്ലോസ് ചെയ്യാൻ സഹായിക്കും. അതിന് പകരം അയാളുമായിട്ട് അയാളുടെ ഈഗോയെ നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിൽ, അയാളെ മാനിക്കാത്ത രീതിയിൽ, അയാളെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല. അത് തെറ്റായ ഇൻഫർമേഷനാണ് നിങ്ങളുടെ ബ്രദറുടെ. ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ ഒരു ഹയറിലേക്ക്, റൈസിലേക്ക് അയാളുടെ മൈൻഡ് സെറ്റ് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവനിൽ നിന്നും എനിക്ക് ഈ കസ്റ്റമറിൽ നിന്നും എനിക്ക് കിട്ടേണ്ട 50 ലക്ഷത്തിൻ്റെ ഓർഡർ അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ ഓർഡർ അത് ഞാൻ എടുത്ത ശേഷമേ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നും ഇറങ്ങി നടക്കൂ. ഇതാണ് ഒരു സെയിൽസ് പ്രൊഫഷൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു എന്തൂസിയാസം അയാളുടെ പ്രൊഫഷനിൽ സെയിൽസ് പേഴ്സന്റെ, ഒരു നല്ല സെല്ലറുടെ മൈൻഡ് സെറ്റാണ്. എന്തിനേയും ഫേസ് ചെയ്തുകൊണ്ട്, എന്തിനേയും അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിക്കാനുള്ള പവർ ആർക്കുണ്ടാവണം? ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാകണം. അവിടെ സക്സസ് ഉണ്ടാവും. അവിടെ കൂടുതൽ ബിസിനസ്സുകൾ ജനറേറ്റ് ചെയ്യാനുള്ള പവർ ആ സെയിൽസ് പേഴ്സൺ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ ഒബ്ജക്ഷൻ ഹാൻഡിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ സുവർണ നിയമങ്ങളിലെ 2 കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നെക്സ്റ്റ് എപ്പിസോഡിൽ വരും ഭാഗങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.